കടലിന്റെ അടിത്തട്ടിൽ അടിയുന്ന പുരാവസ്തുക്കളൊക്കെ വർഷങ്ങൾക്കിപ്പുറം കണ്ടുപിടിക്കുമ്പോൾ അതെന്തായിരിക്കും, എവിടെ നിന്നായിരിക്കും എന്നൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റി അത്ര ചെറുതൊന്നുമല്ല. ചരിത്രത്തിന്റെ പല കാണാക്കണ്ണികളും ഇരുട്ടിൽ മറഞ്ഞു കിടക്കുമ്പോൾ വർക്കലയിൽ കൂടുന്ന ആളുകളുടെ എല്ലാം മുഖത്തിപ്പോൾ പ്രകടമാകുന്നത് ഇതേ ഒരു ക്യൂരിയോസിറ്റി തന്നെയാണ്. അതിന് കാരണവുമുണ്ട്. പതിവ് പോലെ സ്കൂബ ഡൈവിംഗ് നടത്തുകയായിരുന്ന വർക്കല വാട്ടർ സ്പോർട്ട് ക്ലബ്ബ് അംഗങ്ങൾ യാദൃശ്ചികമായാണ് ഒരു വലിയ കണ്ടെത്തൽ നടത്തുന്നത്. വർക്കലയ്ക്കും 5 തെങ്ങിനുമിടയിലുള്ള കടലാഴങ്ങളിൽ മേൽത്തട്ടിൽ നിന്നും കുറച്ച് അടിത്തട്ടിലേക്ക് വരുമ്പോൾ തന്നെ അസാധാരണമായി എന്തോ ഒന്ന് അവർ കണ്ടിരുന്നു. പിന്നീട് ടോർച്ച് ഉപയോഗിച്ച് നോക്കുമ്പോൾ ഒരു കപ്പൽ തകർന്നു കിടക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഇരുളടഞ്ഞ കടലാഴങ്ങളിൽ ടൈറ്റാനിക് കിടന്നതുപോലെ തന്നെ സാമ്യതയുള്ള ദൃശ്യങ്ങളാണ് അവരുടെ ക്യാമറ കണ്ണുകളിലും പുറത്തെത്തിയത്. ക്ലബിന്റെ അഡ്മിനിസ്ട്രേറ്റർ വിനോദ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള 3 അംഗ സംഘമാണ് ഡൈവിംഗിലെ പുതിയ സാധ്യതകൾ തേടുന്നതിനിടെ കപ്പലിനരികിൽ എത്തിയത്. 12 അടിയോളം പൊക്കവും 100 അടിയോളം നീളവുമുള്ള ലോഹ നിർമ്മിത കപ്പലാണെന്നത് മാത്രമേ ഇവർക്കിപ്പോൾ പറയാൻ കഴിയുന്നുള്ളൂ. ഗോപ്രോയിലാണിവർ ദൃശ്യങ്ങളൊക്കെ പകർത്തിയത്. 2ാം ലോക മഹായുദ്ധകാലത്ത് നൂറ്റാണ്ടുകൾക്കിപ്പുറം കടലാഴങ്ങളിൽ മുങ്ങിത്താണ ഡച്ച് കപ്പലാകാം ഇതെന്നാണ് ഒരനുമാനം. എന്നാൽ കേരള ചരിത്രത്തിലെ ദുരൂഹതകളിൽ ഒന്നായി അവശേഷിക്കുന്ന കൈരളി കപ്പലിന്റെ തിരോധാനമാണ് ഈ കപ്പൽ അവശിഷ്ടം കണ്ടെത്തിയപ്പോൾ പലരുടെയും മനസ്സിലേക്ക് എത്തിയത്. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ എങ്ങോട്ടോ മറഞ്ഞ കപ്പലാണോ ഇതെന്ന സംശയവും പലരും ഉണർത്തിക്കുന്നുണ്ട്. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ കപ്പൽ തട്ടിയെടുത്തെന്ന വാദം അന്ന് ശക്തമായിരുന്നു. പക്ഷേ കൈരളി കപ്പൽ തട്ടിയെടുത്ത് രൂപമാറ്റം വരുത്താനോ പൊളിച്ചു വിൽക്കാനോ ഉള്ള സാധ്യതകൾ ഏറെ നിലനിൽക്കുന്നു എന്ന സംശയങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ വർക്കലയിൽ കണ്ട കപ്പലിനെ എങ്ങനെ കൈരളി എന്ന് അനുമാനിക്കാനാകുമെന്ന് ചോദിക്കുകയാണ് ചിലർ. ഈ പറയുന്ന സംശയങ്ങളും അനുമാനങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കപ്പൽ കണ്ടുപിടിച്ചതിന്റെ ദൃശ്യങ്ങൾ പങ്കുവെക്കുന്ന വീഡിയോയുടെ കമന്റ് ബോക്സിൽ എല്ലാ അഭിപ്രായങ്ങളെയും തകിടം മറിക്കുന്ന ഒരു കാര്യം ഒരാൾ ശ്രദ്ധപ്പെടുത്തുന്നുണ്ട്. 2015 DC ബുക്സ് പ്രസിദ്ധീകരിച്ചതും 2016 ചിന്ത പബ്ലിക്കേഷൻസ് പുനർപ്രസിദ്ധീകരിച്ചതുമായ കടലറിവുകളും നേരനുഭവങ്ങളും എന്ന പുസ്തകത്തിൽ ഈ കപ്പൽ ആദ്യമായി കണ്ടെത്തിയ അനുഭവങ്ങൾ അണ്ടർ വാട്ടർ ഫോട്ടോ ഉൾപ്പെടെ വിവരിക്കുന്നുണ്ട്. 2022 കേരള ടൂറിസം വകുപ്പിന് വേണ്ടി ശ്രീ അഭിലാഷ് ഈ കപ്പൽ കാഴ്ചകൾ ഉൾപ്പെടുത്തി ഒരു ഡോക്യുമെന്ററിയും നിർമ്മിച്ചിട്ടുണ്ട്. മലയാള മനോരമ പത്രം 2018 അവരുടെ സൺഡേ സപ്ലിമെന്റിൽ ഒരു പുറം വാർത്തയും നൽകിയിട്ടുണ്ട്. എന്തായാലും പുതിയ സ്കൂബ ഡൈവിംഗ് ടീമിന് അഭിനന്ദനങ്ങൾ എന്ന് ചേർത്തുകൊണ്ടാണ് ഇത്രയും വിവരങ്ങൾ ആ കമന്റ് ബോക്സിൽ അയാൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വർക്കലയിൽ കണ്ടെത്തിയ ടൈറ്റാനിക് എന്ന ഹാഷ്ടാഗുകളോടെയാണ് കപ്പലിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളെല്ലാം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സത്യാവസ്ഥ എന്നത് ഗവേഷണങ്ങൾ തന്നെ തെളിയിക്കണം. അതുവഴി കപ്പലിനെ പറ്റിയുള്ള വിവരങ്ങൾ കണ്ടുപിടിക്കാനായാൽ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ പുതു അധ്യായങ്ങൾ എഴുതി ചേർക്കാനാവുമെന്നാണ് കരുതുന്നത്. എന്റർടൈൻമെന്റ് മൂവി വേൾഡ് മീഡിയ.